എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള, അതേസമയം നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അടുത്ത് ന്യൂട്ടെല്ലയുടെ റെസിപ്പി ആയിരുന്നു. പക്ഷെ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂട്ടെല്ലയുടെ റെസിപ്പി അല്ല, എങ്കിൽ പോലും ന്യൂട്ടെല്ലയോട് സാമ്യമുള്ളൊരു റെസിപ്പിയാണ്. അതായത് നമ്മൾ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോക്ലേറ്റ് സ്പ്രെഡ്. അപ്പൊ ന്യൂട്ടെല്ലയുടെ റെസിപ്പി എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ന്യൂട്ടെല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നട്ട്സ് വേണം. അതിന്റെ പേരാണ് ഹേസിൽ നട്ട്സ്. അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പിന്നെ എല്ലാ സ്ഥലത്തും അത് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതേസമയം ന്യൂട്ടെല്ലയുടെ പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ കുട്ടികളുള്ള അമ്മമാരുടെ പരാതിയായിരുന്നു, വേണു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സ്പെഷ്യലായിട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, മക്കൾക്ക് കൊടുക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോയിൽ ഞാൻ പറയാനൊരു കാര്യം മറന്നുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്പ്രെഡ്, അതായത് ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ഒരാഴ്ചയിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഞാനതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 1 വീക്ക് മാക്സിമം അത് ഫ്രിഡ്ജിൽ വെക്കാൻ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് വീണാസ് കറിവേൾഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്ടെല്ലയുടെ അപരനെ സൃഷ്ടിക്കാം. ഇതെൻ്റെ ഒരു ചെറിയ ശ്രമമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിനുശേഷം അഭിപ്രായം പറയുക. അപ്പോൾ നമുക്കിതിന് ന്യൂട്ടെല്ല എന്ന് പേര് കൊടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ ന്യൂട്ടെല്ലയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹേസിൽ നട്ട്സ് ആണ്. അത് വില പിടിച്ചിട്ടുള്ള നട്ട്സ് ആണ്. പിന്നെ മാത്രമല്ല നമ്മുടെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആവുന്ന ഐറ്റമും അല്ല അത്. അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ട്, അതേസമയം ഏകദേശം ന്യൂട്ടെല്ലയുടെ ഒക്കെ രീതിയിലുള്ള ടേസ്റ്റ് വരാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പ്രെഡ് ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ അതിനുവേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് ബദാം, അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി. ഇപ്പോൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം. ബദാമും കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ നന്നായി തോന്നി അതാണ്. ഞാനിവിടെ ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുള്ള കപ്പലണ്ടിയാണ്, ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതേസമയം ഞാനിത് ബദാം ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വെറുതെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, എണ്ണയൊന്നും ചേർക്കാണ്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പച്ചക്കപ്പലണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സോൾട്ടഡ് ആയിട്ടുള്ള കപ്പലണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കപ്പലണ്ടി കിട്ടുകയാണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് അതിന് തൊലി കളഞ്ഞതിന് ശേഷം എടുത്ത് വയ്ക്കുക. ഒരു 15 ബദാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കൈപ്പിടി കപ്പലണ്ടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഉപ്പുള്ള കാരണം ഇനി സ്പ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അതേസമയം ഉപ്പില്ലാത്ത കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നുള്ളു ഉപ്പ് ചേർക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. ഓക്കെ, കപ്പലണ്ടിയും ബദാമും ഞാനൊരു മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് പൊടിച്ച് എടുക്കാൻ പോവുകയാണ്. നല്ല ഫൈനായിട്ടങ്ങ് പൊടിച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ അളവിലാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒരു പുതിയതായിട്ടൊരു ഐറ്റം ചെയ്യുമ്പോൾ ഒരുപാട് അളവിൽ ആദ്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, കപ്പലണ്ടി ചേർത്തിരിക്കുന്ന കാരണം ഒരു എണ്ണമയം പോലെയുണ്ട്. കാരണം കപ്പലണ്ടി നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു വെറ്റ് ഫീലിംഗ് വരും. ഇത് പിന്നെ മാത്രമല്ല, അരയ്ക്കുന്ന സമയത്ത് മിക്സിയുടെ ബൗളിൽ വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ബൗൾ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഈ പൊടി നമുക്കൊരു ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. അതായത് ഇതിൽ സ്വീറ്റ്നെസ് ഇല്ല. ഇത് ഹെർഷീസിൻ്റെ ആണ്. ഇപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡർ അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള കൊക്കോ പൗഡർ അവൈലബിൾ അല്ല, കാഡ്ബറീസിൻ്റെ പോലത്തെ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ സെയിം റെസിപ്പി ചെയ്യാം. ഡ്രിങ്കിങ് ചോക്ലേറ്റിൽ ഓൾറെഡി മിൽക്ക് പൗഡർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മിൽക്ക് പൗഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? ഞാനിടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. അതേസമയം ഞാൻ പറഞ്ഞ പോലെ ഇതില്ല എന്നുണ്ടെങ്കിൽ, ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ എന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ മൊത്തം ഡ്രിങ്കിങ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ പ്യൂർ ആയിട്ടുള്ള കൊക്കോ പൗഡർ ഇടാനാണ്. പക്ഷെ ഇല്ലാത്തവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അൺസ്വീറ്റൻഡ് വേർഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഫുൾ ഫാറ്റ് മിൽക്ക് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിഡോൻ്റെ ഏതാണെങ്കിലും കുഴപ്പമില്ല.
അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ചെറിയ ശ്രമമാണ് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ന്യൂട്ടെല്ലയുടെ ടേസ്റ്റ് ഒന്നും അല്ല ചേച്ചി പറ്റിക്കണമെന്നൊന്നും പറയരുത്. കാരണം ഞാൻ തന്നെ പറയുന്നതാണ്, ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് സംഭവം. അപ്പോൾ ന്യൂട്ടെല്ലയൊന്നും ഞാൻ അവകാശപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ആ പേര് തന്നെ അങ്ങനെ ഇട്ടേക്കുന്നത്. പല റെസിപ്പീസ് ഞാൻ നോക്കുമ്പോൾ ഫേക്കായിട്ട് അവർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് കൊളായിട്ട് പോകാറുണ്ട്. ഞാനിങ്ങനെ മൊസറല്ല ചീസ് അതുപോലെ തന്നെ കുറേ ചീസിൻ്റെ റെസിപ്പീസൊക്കെ നോക്കിയപ്പോൾ നമ്മൾ വിഡ്ഢികളാവുന്ന പോലെയാണ് ചില വീഡിയോസ് കാണുമ്പോൾ. എനിക്ക് അങ്ങനെ എൻ്റെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം വാനില എസൻസ്. ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു നല്ലൊരു ഫിനിഷിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ഗീ ആയിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ നെയ്യിൻ്റെ കുത്തൊന്നും വന്നിട്ടില്ല. അതേസമയം ചെറിയൊരു ഗ്ലേസിങ് എഫക്റ്റ് വന്നിട്ടുമുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ല, 1 ടീസ്പൂൺ മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി ഫൈനലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണിത്. എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് മിക്സ് ചെയ്തിട്ട് എപ്പോൾ ഇത് ലൂസാവുന്നോ അതുവരെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം എനിക്ക് പറയാൻ പറ്റില്ല എത്ര ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇപ്പോൾ 6 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കാം. അപ്പോൾ 7 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുക, കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ എമൗണ്ട് തീരുമാനിക്കാൻ. ജസ്റ്റ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ നേരത്തെ അരച്ചെടുത്തില്ലേ നട്ട്സ്, അതിലേക്ക് ഒന്നും കൂടെ ഇട്ടതിന് ശേഷം അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിത് മിക്സിയിൽ അടിച്ചപ്പോൾ കുറച്ചും കൂടെ തിക്കായി തോന്നി, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് 10 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൺസിസ്റ്റൻസി നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇതിൻ്റെ അളവെന്ന് പറയുന്നതൊക്കെ ഡിപ്പെൻസ്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ഐറ്റംസിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചേഞ്ചസ് വരുത്തുക. അപ്പോൾ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ മിക്സിയിൽ അടിക്കണമെന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഈവനായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ എനിക്ക് ബേസിക്കലി ചോക്ലേറ്റ് വലിയ താല്പര്യമുള്ള ഒരാളല്ല, പക്ഷേ എൻ്റെ ചെറിയ പുത്രന് ഭയങ്കര ഇഷ്ടമാണ് ന്യൂട്ടെല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ന്യൂട്ടെല്ല അത്ര സേഫ് അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്ങനെ. പിന്നെ മാത്രമല്ല നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ റെസിപ്പീസ് സെർച്ച് ചെയ്തപ്പോഴും ഈ ഹാസിൽ നട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും എൻ്റെ ഒരു 90% സബ്സ്ക്രൈബേഴ്സിനും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അഫോർഡ് ചെയ്താൻ പറ്റണമെങ്കിൽ തന്നെ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാനങ്ങനെ റെസിപ്പി ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ഇടാനാണ് എനിക്ക് താല്പര്യം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ സോസിന്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇച്ചിരി കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഫോമിൽ വേണം നമ്മൾ കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാൻ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ഇനി നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ലിക്വിഡായിട്ട് മാറും. അതുകൊണ്ട് ഈ സമയത്ത് മധുരം നോക്കിയിട്ട് മധുരം കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവൊക്കെ ഈ ഒരു ലിക്വിഡ് ആവുന്ന വരെ നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ 8 മുതൽ 9 ചിലപ്പോൾ 10 വരെയൊക്കെ ആവാം, അത് ഡിപ്പെൻസ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ എപ്പോഴും നല്ല ഗ്ലാസിൻ്റെ ബോട്ടിൽ നമുക്ക് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഗ്ലാസിൻ്റെ ബോട്ടിൽ നന്നായി വാഷ് ചെയ്ത് അത് ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, പുറത്ത് വെക്കാൻ പാടില്ല. കാരണം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കുന്നതാണ്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ മാത്രമല്ല എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടാക്കുക, ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അല്ലേ. ഞാനൊരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാക്കിയുള്ളത് എൻ്റെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലത്തെ ബേബി ന്യൂട്ടെല്ലയുടെയൊക്കെ കുപ്പികൾ. അപ്പോൾ പീനട്ട് അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീനട്ട് എടുക്കണ്ട കേട്ടോ. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ. ഓരോരുത്തർക്ക് അവരവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. അപ്പോൾ നന്ദു സ്പെഷ്യലായിട്ട് ബേബി ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സർപ്രൈസ് കൊടുക്കുക, അമ്മമാർ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കാം. കാരണം നമ്മൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാരണം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ സ്ഥിരമായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, വൺസിൻ്റെ കയ്യിലൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ന്യൂട്ടെല്ല ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 2 ബ്രെഡിൻ്റെ സ്ലൈസ് അരികെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിലേക്ക് നമ്മുടെ ന്യൂട്ടെല്ലയുടെ അബർ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. കുഴപ്പം വരാൻ വഴിയില്ല, കാരണം നമ്മൾ അത്രയും ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാരണം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ കുഴപ്പമൊന്നും വിചാരിക്കരുത്, അങ്ങനെ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുട്ടികൾ സ്പെഷ്യൽ ന്യൂട്ടെല്ല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണെന്ന് അറിയാം കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോനൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാറുള്ളത്, പ്രത്യേകിച്ച് KG1 KG2 പഠിക്കുമ്പോൾ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് വീണ ചേച്ചി ഒന്നും ഇടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ അമ്മമാർ സൂപ്പർ ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സൂപ്പർ യമ്മി ഹോം മെയ്ഡ് ചോക്ലേറ്റ് സ്പ്രെഡ് വിത്ത് ബ്രെഡ് ഞാനൊരു പീസ് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുക, സ്വന്തം കഴിച്ച് നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഫോട്ടോണോ വീഡിയോ ആണോ? ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലേ? അടുത്തേക്ക് പുള്ളിയോട് വർത്താനം പറയണ പോലെയൊക്കെ അവിയെന്നൊക്കെയല്ലേ പുറത്ത് അവിയുന്നു. ഇപ്പൊ പോവാം.